എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കാണാം പഠിക്കാം വളരാം. ഞാൻ സജീവ് വി കെ, ടെക്നിക്കൽ ഓഫീസർ IKM പാലക്കാട് ജില്ല. ഇന്ന് നമുക്ക് കേരള സംസ്ഥാനത്തിലെ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും ജനപ്രതിനിധിയുടെ വിവരങ്ങൾ എങ്ങനെ ലഭ്യമാകാം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാൻ കഴിയുന്നത്. അതിന് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കേരള സംസ്ഥാനത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലിസ്റ്റ് ചെയ്യും. 14 ജില്ലാ പഞ്ചായത്ത്, 152 ബ്ലോക്ക്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, 941 ഗ്രാമപഞ്ചായത്ത്. ആകെ മൊത്തം 1200ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായ തദ്ദേശ സ്വയംഭരണ തരം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ജില്ലയും ലിസ്റ്റ് ചെയ്യുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ പാലക്കാട് ജില്ല സെലക്ട് ചെയ്തു. പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും എനിക്ക് ആവശ്യമായ ജനപ്രതിനിധിയുടെ ഗ്രാമപഞ്ചായത്ത് ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു ശേഷം ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ഞാൻ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തപ്പോൾ ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡും അവിടെ വന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്നും ഞാൻ പ്രസിഡന്റിന്റെ നേരെയുള്ള വാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. നോക്കൂ, അപ്പോൾ പ്രസിഡന്റിന്റെ വിവരങ്ങളെല്ലാം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നും എനിക്ക് സുഖമായി പ്രസിഡന്റിന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കേരള സംസ്ഥാനത്തിലെ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും ജനപ്രതിനിധിയുടെ വിവരങ്ങൾ ഓൺലൈനായി തന്നെ അറിയാം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.